ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷെൽമി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ മൊത്തം ആമസോൺ കളക്ഷൻസ് ആണ്. അതിൽ മിക്സ് ആയിട്ട് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കുറേ പിക്ക് ചെയ്തിട്ടുണ്ട്. സെയിൽ നടക്കല്ല, എങ്ങനെയാണ് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പിക്ക് ചെയ്യാണ്ടിരിക്കുക. അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിലാണ് നടക്കുന്നത്, കളർ സ്പ്ലാഷ്. അപ്പോൾ അതിൽ കുറേ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്, നല്ല നല്ല കളക്ഷൻസ്, നല്ല നല്ല ബ്രാൻഡ്സിന് ഒക്കെയും ഇപ്പോൾ ഡിസ്കൗണ്ട് നടക്കുന്നുണ്ട്. അതും മാർച്ച് 9 വരെയുള്ള ഈ ഒരു ഓഫർ, ഈ ഒരു ഡിസ്കൗണ്ട്. അപ്പോൾ അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിസ് ചെയ്യേണ്ട ഈ ഒരു സെയിൽ. അപ്പോൾ അങ്ങനെ മേടിച്ച കുറച്ച് കളക്ഷൻസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് കളക്ഷൻ വെച്ച് നമുക്ക് തുടങ്ങിയാലോ. ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ റയോൺ മെറ്റീരിയൽ ഉള്ള ഒരു സിംഗിൾ കുർത്തിയാണ് കേട്ടോ വരുന്നത്. ഓവറോൾ ഇതിൻ്റെ ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. ആക്ച്വലി ഇതിൻ്റെ കളർ കണ്ടിട്ടാണ് ഞാൻ പിക്ക് ചെയ്തത്. നല്ലൊരു കളർ ഷെയ്ഡല്ലേ, ലെവൻഡർ ഷെയ്ഡ് എന്നൊക്കെ പറയുമ്പോൾ. ഇതിൽ വേറെ കളർ ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഈ ഒരു ഒറ്റ കളറിൽ ഫുൾ എംബ്രോയ്ഡറിയുടെ വർക്കാണ്. അത് മോളിൽ നിന്ന് തൊട്ട് അടി വരെ ഫുൾ എംബ്രോയ്ഡറി. ഞാൻ വേർ ചെയ്ത സൈസ് അറിയേണ്ട ലാർജാണ്. ബ്രാൻഡ് ഇൻഡോറ ബ്രാൻഡ് കേട്ടോ. ലാർജ് സൈസ് അത്യാവശ്യം കുറച്ച് ലൂസ് ഉണ്ട്. പിന്നെ ഈ ഒരു ലൂസ് ഇങ്ങനെ കിടന്നിട്ട് കുഴപ്പമൊന്നുമില്ല, അതാണെങ്കിൽ ഓൾട്ടർ ചെയ്യാമല്ലോ. ലാർജ് സൈസ് കുറച്ച് ലൂസ് ഉണ്ട്, ഷോൾഡറൊക്കെ ഒരു പൊടിക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ മീഡിയം സൈസ് മേടിക്കുമ്പോൾ ഇനി ടൈറ്റ് ആയാലോ. അപ്പോൾ ഈ ഒരു സൈസ് ഓക്കെയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇഷ്ടം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഷോൾഡർ ഒരു പൊടിക്ക് ഒന്ന് ഇറക്കുന്നുണ്ട് കേട്ടോ, അത്രയും ഒരു മാറ്റുള്ളൂ. അപ്പോൾ ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ ലാർജ് സൈസാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. മിർച്ചി ബ്രാൻഡിൻ്റെ ഒരു സിംഗിൾ സ്ട്രെയിറ്റ് കുർത്തിയാണ് കേട്ടോ. ഇതും മറൂൺ എപ്പോൾ കണ്ടാലും ഏതൊരു വ്ളോഗിലും ഞാൻ മറൂൺ ഉൾപ്പെടുത്താറുണ്ട്. ഇതിനും ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. ആക്ച്വലി ഇനി ഇതിൻ്റെ ടോപ്പ് നമുക്ക് നെക്കിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ യോക്ക് പ്രത്യേകിച്ച് വേറെ അങ്ങനെ പാച്ച് വർക്ക് കാര്യങ്ങളില്ല. പക്ഷേ ഉള്ള വർക്ക് എന്ന് പറയുമ്പോൾ എംബ്രോയ്ഡറി വർക്ക് ആ യോക്കിന് അത്രയും ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ, അത് ഫൈൻ ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത്. നെക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് ഹൈ ആണ്. നമുക്ക് ഹൈ നെക്ക് എന്നൊക്കെ പറയില്ല, ആ ഒരു ടൈപ്പ്. ഹൈ നെക്കല്ല ആക്ച്വലി, ഇത് നെക്ക് ഡീപ്പല്ല, ഫുൾ പാക്കഡ് ആണ്. പിന്നെ ഇനി ഇതിൻ്റെ സ്ലീവ് നോക്കുകയാണെങ്കിൽ സ്ലീവ് വരുന്നത് 3/4 ആണ്. സ്ലീവിൻ്റെ എൻഡ് പോർഷനിൽ നമുക്ക് പാച്ച് വർക്ക് പോലെ ഫീൽ ചെയ്യും, പക്ഷേ പാച്ച് വർക്ക് അല്ല. ഇത് നമുക്ക് എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് അത് പാച്ച് വർക്ക് പോലെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ബാക്കി ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫുൾ പ്ലെയിൻ ആണ്. റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഇതിൽ കളേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 8 ഷെയ്ഡോളം ഉണ്ട് കേട്ടോ. റെഡ് കളർ, മെറൂൺ, ബ്ലാക്ക്, ഗ്രീൻ, നേവി ബ്ലൂ, അങ്ങനെ കളറുകൾ ഇഷ്ടം പോലെ. ഇനി ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് എന്ന് പറയാനായിട്ട് ലാർജാണ്. ലാർജ് പെർഫെക്റ്റ് ആണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആണ്. നെക്ക് എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ കൂടുതൽ ഇങ്ങനെ ഡീപ്പ് നെക്ക് യൂസ് ചെയ്ത് ഇത് ഭയങ്കര ഓവറായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റേതൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ലുക്ക് വൈസ് അടിപൊളിയാണ്. ലാർജാണ് സൈസ് വെയർ ചെയ്തിരിക്കുക. അപ്പം മിർച്ചി ബ്രാൻഡിൻ്റെ കേട്ടോ. മോച്ചി ബ്രാൻഡിൻ്റെ ചെരുപ്പ് സാൻഡിൽ എന്ന് പറയാൻ പറ്റില്ലല്ലോ, ശരിക്കും ഒരു സാധാ ഒരു ചെരുപ്പ് തന്നെ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ്. ഞാൻ ഇതിന് മുന്നും വീഡിയോയിൽ ഈ ഒരു ചെരുപ്പ് കാണിച്ചിട്ടുണ്ട്. യൂസ് ചെയ്ത് വരുമ്പോൾ ഒരു കംഫർട്ടബിൾ ഇല്ല, ആ കംഫർട്ടബിൾ ഫീൽ ചെയ്തതുകൊണ്ട് വീണ്ടും ഈ ഒരു മോച്ചി ബ്രാൻഡിൻ്റെ ചെരുപ്പ് കാണിക്കുകയാണ് കേട്ടോ. ഇതിൽ കളേഴ്സ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ മേടിച്ചത് ഒരു റോസ് ഗോൾഡാണ്. ഇതൊക്കെ ഭയങ്കര സോഫ്റ്റ് ഫ്ലെക്സിബിളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ മേടിക്കുമ്പോൾ ഇത് കുറച്ച് ഹാർഡായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യാറില്ലേ. സാധാരണ ഞാൻ അങ്ങനെയൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, സോഫ്റ്റ് അങ്ങനെ കിട്ടാറില്ല. പക്ഷേ ഇത് കിട്ടിയപ്പോൾ ഭയങ്കര സോഫ്റ്റ്, ഭയങ്കര കംഫർട്ടബിൾ, നടക്കാനും സുഖം. ഓവറോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എന്തായാലും യൂസ് ചെയ്തതിൻ്റെ ഒരു തെളിവ് കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ പുറത്ത് പോയാലും ഷൂട്ടിനായാലും എന്ത് കാര്യം, ഷൂട്ടിന് മാത്രമാണെങ്കിൽ നമുക്ക് ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ഇട്ടു കഴിഞ്ഞു, അങ്ങനെയല്ല. ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മോച്ചിയുടെ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. മസ്റ്റ് ഹാവ് പ്രൊഡക്റ്റ്. ഇതിൽ സിൽവർ, ഗോൾഡ്, റോസ് ഗോൾഡ്, അങ്ങനെ 3 ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത് റോസ് ഗോൾഡ്. ഇനി റേറ്റ് കാര്യങ്ങൾ അറിയണമെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷനിലൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇപ്പോഴത്തെ കറൻറ്റ് എക്സാക്ട് റേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. വെറാമോഡ ബ്രാൻഡിൻ്റെ സിംഗിൾ ഒരു സ്ട്രേറ്റ് എ ലൈൻ ഡ്രസ്സ് തന്നെ, വെസ്റ്റേൺ ഡ്രസ്സ്. ആക്ച്വലി ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് എന്തോ ഇട്ടപ്പോൾ ഒരു ഭംഗി കുറവ് പോലെ. അപ്പോൾ ഞാനത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് സ്മോൾ സൈസാണ് മേടിച്ചത്. സ്മോൾ സൈസ് അവൾക്കും ലൂസാണ്. ശരിക്കും അവൾക്ക് എക്സ്ട്രാ സ്മോൾ മതി. 10 വയസ്സ് എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ സ്മോളും ലൂസ് തന്നെയായിരിക്കും. എന്തായാലും ഇത് ഓവറോൾ നോക്കുകയാണെങ്കിൽ ലൂസാണ്. ശരിക്കും ഇത് ഇങ്ങനെയായിരിക്കും വരേണ്ടത്. നല്ല ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ പോളിസ്റ്റർ മെറ്റീരിയലാണ്. ഒരു ചെറിയ ഷൈനിങ് ഒക്കെ വരുന്നുണ്ട്. കോളറാണ്, വീനെക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ടക്ക് പോലെ ഒരു സംഭവമുണ്ട്, ചെറുതായിട്ടൊരു ബട്ടൻ്റെ ഡീറ്റെയിലിംഗ്. പിന്നെ ഇത് ഓവറോൾ ഫുൾ
ഓപ്പണേബിൾ ആണ് കേട്ടോ. ഇത് ഫുൾ ഓപ്പൺ ആണ്. അപ്പോൾ ഉള്ളിൽ നമുക്ക് ഷോർട്ട്സ് ഇടേണ്ടി വരും. പിന്നെ ബാക്കി നോക്കുകയാണെങ്കിൽ ബാക്കിൽ എലാസ്റ്റിക് ആണ് വരുന്നത്. എന്നാലും ഓവറോൾ ഇത് വെറാമോഡ ബ്രാൻഡാണ്, അത്യാവശ്യം ബ്രാൻഡഡ് ആണ്. അതിനനുസരിച്ചിട്ട് റേറ്റും ഉണ്ട്, 1000 എബവ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് വീണ്ടും എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ വീണ്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആമസോണിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 1 ടൈം എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റിട്ടേൺ അങ്ങനെ പറ്റുള്ളൂ. ഇനി വീണ്ടും വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ എക്സ്ചേഞ്ച് ചെയ്തത് റിട്ടേൺ കൊടുത്തിട്ട് വീണ്ടും നമുക്ക് പുതിയതായിട്ട് ഓർഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, കുട്ടികൾ വലുതാവല്ല, അപ്പോൾ അവൾക്ക് പിന്നീടും യൂസ് ചെയ്യാം. അപ്പോൾ വെറാമോഡ ബ്രാൻഡ് 1000 എബവ് ആണ് റേഞ്ച് വരുന്നത്. ഓഫർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓഫർ എന്തോ 50 സംതിങ് ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. എന്താണ് വെയിൽ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന സൈസ് എന്ന് പറയുമ്പോൾ സ്മോളാണ് കേട്ടോ. വെറാമോഡ ബ്രാൻഡ് 3 പീസിൻ്റെ കോട്ടൺ സെറ്റാണ് കേട്ടോ ഇനി നമ്മൾ കാണിക്കാൻ പോണത്. അതിൽ ഫുൾ അനാർക്കലി സ്റ്റൈലിലാണ് ടോപ്പ് വരുന്നത്. ഇനി യോക്കിൻ്റെ പാർട്ട് നോക്കുകയാണെങ്കിൽ പാച്ച് വർക്ക് ചെയ്തിട്ട് അതിൽ എംബ്രോയ്ഡറിയുടെ വർക്കൊക്കെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓവറോൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല ഷേപ്പിൽ കിടക്കുക. എന്താണെന്നറിയോ, 2 സൈഡിൽ ഇങ്ങനെ നോഡ് കൊടുത്തിട്ടുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആവശ്യമനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ പാനൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അനാർക്കലി സ്റ്റൈലിൽ കോർണറായിട്ട് ഇങ്ങനെ പാനലാണ് കൊടുത്തിരിക്കുന്നത്. പക്ക കോട്ടൻ്റെ മെറ്റീരിയലാണ്. ഞാൻ ഈ ഒരു ബ്രാൻഡിൽ ഭയങ്കര ഫ്ലാറ്റായി, കാരണം മിർച്ചി ബ്രാൻഡാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ബ്രാൻഡ് ട്രൈ ചെയ്യുന്നത്. ടോട്ടലി ഫ്ലാറ്റ് മിർച്ചി ബ്രാൻഡ്. അപ്പോൾ ഇനി ഇതിന് കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റും കോട്ടൻ്റെ തന്നെയാണ്. സിഗ്സാഗ് മോഡലാണ് ഇത് വരുന്നത്. പിന്നെ അഫ്കോഴ്സ് 3 പീസാണെന്ന് പറയുമ്പോൾ ഇതിന് കൂടെ കോട്ടൻ്റെ ദുപ്പട്ട തന്നെ. കളർ വൈസ് നോക്കി എന്ത് രസമല്ല കാണാനായിട്ട്. കളേഴ്സ് ഇതിൽ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഗ്രീനും മെറൂൺ കോമ്പിനേഷൻ, അതിൽ ബ്ലാക്ക് ഗ്രേ കോമ്പിനേഷൻ, അങ്ങനെ 4-5 ഷെയ്ഡ്സ് വരുന്നുണ്ട് കേട്ടോ. ബിലോ 1000 ഉള്ളിലുള്ള റേഞ്ചിലുള്ള കളക്ഷൻസ്, അതും 3 പീസ് കോട്ടണിലാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അടിപൊളി ഒരു സെറ്റല്ലേ. ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വരാം. കാരണം എന്താ വെച്ചാൽ ഇത് ഭയങ്കര ലൂസ്. ആക്ച്വലി എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ മിസ്റ്റേക്കാണ്. ഞാൻ ലാർജ് സൈസിന് പകരം XXL സൈസാണ് ഓർഡർ ചെയ്തത്. ഇപ്പോൾ കോലം കണ്ടില്ലേ, ഇത്രയും ലൂസായിട്ടുള്ള. പക്ഷെ കളർ അടിപൊളി കേട്ടോ. കോമ്പിനേഷൻ ഒരു ഓറഞ്ച്, എവിടെ നിന്നാലും കാണണം നമ്മളെ ആ ഒരു കളറാണ് പിക്ക് ചെയ്തത്. അപ്പോൾ കോൺട്രാസ്റ്റിൽ വരുന്നതാണ് കേട്ടോ. ടോപ്പ് നോക്കുക ഭയങ്കര ലൂസാണ്. ടോപ്പ് നോക്കുകയാണെങ്കിൽ ഓറഞ്ച് ഷെയ്ഡിൽ ചെറുതായിട്ട് ഇങ്ങനെ ലൂറെക്സ് ലൈൻ പോയിട്ടുണ്ട്, ഒരു ഗോൾഡൻ ലൈൻ പോയിട്ടുണ്ട്. അത് വാഷ് ചെയ്താലും പോവുന്നില്ല. തുണിയോട് കൂടിയിട്ടുള്ളതാണ്, വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. സിൽക്കി മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെങ്കിൽ ഒറിജിനൽ മിററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടെസലിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് കെട്ടാൻ പറ്റും, ഏതോ ഒരു ലോഹ ഇടിച്ച ഒരു ഫീലിംഗ്. പിന്നെ 3/4 സ്ലീവ് വരുന്നത്. പക്ക നല്ല എന്താ പറയുക, ഫെസ്റ്റിവലിനൊക്കെ നല്ല അടിപൊളി കളറാണ്. അടിപൊളി നമുക്ക് ചുരിദാറൊക്കെ വേണമെന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റിൻ്റെ മെറ്റീരിയലും ഇത് സിൽക്കി മെറ്റീരിയൽ തന്നെയാണ്. കോട്ടൺ സിൽക്ക് ബ്ലെൻഡഡ് മെറ്റീരിയൽ. കോൺട്രാസ്റ്റിൽ ചെറുതായിട്ടൊരു ഏറ്റവും അടിയിലത്തെ പോർഷനിൽ നമുക്ക് ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ദുപ്പട്ട, ഓഫ്കോഴ്സ് പാൻറ്റിൻ്റെ സെയിം കളറിൽ തന്നെ ഉള്ള ദുപ്പട്ട ഇടുമ്പോഴാണ് അതിൻ്റെ ലുക്ക് മാറുന്നത് കണ്ടോ. അപ്പോൾ ഇതാണ് ശരിക്കും ഓവർ ലുക്ക്. ഇനിയിപ്പോൾ ബ്രാൻഡ് ചോദിക്കുകയാണെങ്കിൽ ജെൻട്രിക് ബ്രാൻഡാണ്. ജെൻട്രിക് ബ്രാൻഡിൻ്റെ ലാർജ് സൈസാണ് ശരിക്കും എനിക്ക് പെർഫെക്റ്റ് ആവാം. പക്ഷേ ഇത് ബൈ മിസ്റ്റേക്ക് XXL സൈസ് ഓർഡർ ചെയ്തു. അതിൻ്റെ കോലാണ് ഈ കാണുന്നത്. എന്തായാലും മെറ്റീരിയൽ അടിപൊളിയാണ്. ഇതാണ് ഇതിനിപ്പോൾ ഇതിൽ ലിങ്ക് എന്ന് പറയുന്നത്, ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കളേഴ്സ് ഡിഫറെൻ്റ് അല്ല നമുക്ക് കാണാൻ പറ്റുക. അതിൽ ഒക്കെ വേറെ വർക്കും കാര്യങ്ങളൊക്കെ ഒരു 5-6 മാറ്റി നമുക്ക് നോക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കളേഴ്സും ഡിഫറെൻ്റ് ആയിരിക്കും, വർക്കും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് തന്നെയായിരിക്കും ഏകദേശം പാറ്റേൺ വരിക. ഫ്രണ്ട് ലുക്ക് വരുമ്പോൾ ഇങ്ങനെ മാറി പോകും. അപ്പോൾ ഇതാണ് ഓവറോൾ ലുക്ക് വരുന്നത്. അപ്പോൾ ലാർജ് ആണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. ഞാൻ ഇപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ആണെങ്കിൽ XXL സൈസ്. ജെൻട്രിക്കാണ് ബ്രാൻഡ്. ഒരുവിധം എല്ലാതും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കുറേ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും എല്ലാതും നല്ല അഫോർഡബിൾ റേഞ്ചിന്, അതുപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ മിസ് ചെയ്യേണ്ട ഈ ഒരു സെയിൽ അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ. അപ്പോൾ മാർച്ച് 9 വരെയുള്ളൂ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.